ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ദാ നിബിദിനും ഓണമൊക്കെ ഇങ്ങ് എത്തിയില്ലേ. അപ്പോൾ നമുക്ക് നിബിദിനത്തിനൊക്കെ കുട്ടികൾക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ ഓണത്തിനും നമുക്ക് വെറൈറ്റി ഒക്കെ ഇട്ടൊരു പായസം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതാകുമ്പോൾ പുഡിങ്ങിൻ്റെ ആ ടേസ്റ്റും അതുപോലെ പായസത്തിൻ്റെ രണ്ടും കൂടിയായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സേമിയ പുഡിങ് പായസമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി, അതുപോലെ കുറച്ച് സമയം മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ചെറിയൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് പാത്രം വലുതോ ചെറുതോ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അത് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ 6 kg നെയ്യാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. എനിക്ക് നെയ്യ് അങ്ങനെ വലുതായിട്ട് ഇഷ്ടമല്ല, അത് കാരണം കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുക്കണുള്ളൂ. ഇതാ നമ്മുടെ സേമിയ. അപ്പോൾ ഒരു വലിയ പാക്കറ്റ് 3/4 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പാത്രത്തിലേക്കൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഞാനിത് പൊട്ടിക്കുന്ന സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഭാഗം കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതിന് ശേഷം ഇതാ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മിൽമയുടെ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ അപ്പോൾ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി കുറച്ച് നാളികേര പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കാരണമാണ് ഞാനൊരു പാക്കറ്റ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കുറേ ആയിട്ട് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പാലെടുത്തോളൂ. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് സേമിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അടി പിടിക്കരുത്. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ മാറ്റിയിട്ട് ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തള വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും പറയണേ. നിങ്ങൾ ഒരേ കമൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ വെന്ത് ഒന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ. നന്നായി വറ്റി വരണ്ട, നമുക്ക് പുഡിങ് പായസമാണല്ലോ, അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു സേമിയ ഒന്ന് വെന്ത് വന്നോട്ടെ. അപ്പോൾ സേമിയൊക്കെ വെന്ത് വരുന്നുണ്ട്. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ ചവരിയൊന്നും ഇടുന്നില്ല കേട്ടോ. നമ്മൾ വെറും സേമിയ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കണത്. സേമിയ പായസം ഇഷ്ടമില്ലാത്തവരാരും ഇല്ല അല്ലേ. അതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വരിക സേമിയ പായസമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 250 ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് മധുരം കറക്റ്റ് ആയിരുന്നു കേട്ടോ. കൂടുതലും ഉണ്ടായിരുന്നില്ല, കുറവും ഉണ്ടായിരുന്നില്ല. ഒരു പാക്കറ്റ് പാലും ഒരു 3/4 പാക്കറ്റ് സേമിയയ്ക്കും. ഇതിലേക്ക് പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കണം, ശർക്കര ഇട്ട് കൊടുക്കരുത് കേട്ടോ. പഞ്ചസാര ഇട്ടാൽ ആ രുചി നമുക്ക് ശർക്കര ഇട്ടാൽ കിട്ടില്ല, പിന്നെ അതിൻ്റെ ഒരു ഭംഗിയും കിട്ടില്ല. അപ്പോൾ അത് കാരണം പഞ്ചസാര ഇട്ടിട്ട് തന്നെ ഇത് ഉണ്ടാക്കണം. ആ പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് ആ പാലിലും സേമിയത്തിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ 2-3 തള തിളച്ച് വന്നോട്ടെ കേട്ടോ. നമുക്കൊന്ന് ഫ്ലെയിം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു സാധനം കൂടി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കസ്റ്റാർഡ് പൗഡറാണ്. നമ്മൾ പുഡിംഗ് ആണല്ലോ, പുഡിംഗ് പായസമാണല്ലോ, അപ്പോൾ ഇതെന്തായാലും വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ സ്പൂൺ വെച്ചിട്ട് അളക്കാൻ മറന്നു. ഞാനത് അങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. ഒരു 100 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ മുന്നേ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അത് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിത് പച്ച നാളികേരപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ പച്ച തന്നെയാണ് പാൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സേമിയ പായസം വീണ്ടും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ചതിൻ്റെ ശേഷം മാത്രം നമ്മളിത് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി ഒന്നും കൂടി സ്പൂൺ വെച്ചിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തിളച്ചും കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും, കട്ട പിടിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഒഴിച്ച് കൊടുത്തു പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ സിമ്മിലാക്കി വെച്ചതിൻ്റെ ശേഷം ആ കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് കുറുക്കി വേവിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കും, അത് ശ്രദ്ധിക്കണേ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, അടി പിടിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എടുത്ത് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. എനിക്ക് 2-3 പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ മാറി പോകുമ്പോഴത്തേനും അത് അങ്ങനെ അടി പിടിച്ചിട്ട് ആ സാധനം അങ്ങനെ കൊണ്ടുപോയി കളയുക ചെയ്യാറ്. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റിയരുതേന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണത്. ഇനി ഇതിലേക്ക് നമ്മൾ 2 തുള്ളി വാനില എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒരു പായസത്തിൻ്റെ അതുപോലെ ഒരു പുഡിങ്ങിൻ്റെ എല്ലാം മണം കൂടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച നാളികേരപ്പാലുണ്ടല്ലോ, കട്ടിയുള്ള ഒരു പാല്, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി സ്റ്റവ് ഒന്ന് ഓഫാക്കി കൊടുക്കട്ടെ. നമ്മുടെ ചട്ടിയുടെ ചൂടിലും പായസത്തിൻ്റെ ചൂടിലൊക്കെ കിടന്നിട്ട് ആ ഒരു നാളികേരപ്പാലൊന്ന് ചൂടായിക്കോളും. അല്ലാണ്ട് വെറുതെ തിളപ്പിക്കാൻ നിൽക്കണ്ട. കണ്ടില്ല, നമ്മൾ സ്റ്റവ് ഓഫാക്കിയാലും ചെറുതായിട്ടും തിളച്ച് വരും. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നത് പുഡിങ്ങും അല്ല പായസവും അല്ലാത്ത രീതിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് വേണമെങ്കിൽ മുന്നേ തന്നെ ഇറക്കി വെച്ചോളൂ കേട്ടോ. ഇനി ചെറിയൊരു പീസ് ബട്ടർ ഇട്ടതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അതൊന്ന് ഇടിക്കല്ല് വെച്ചിട്ടൊന്ന് വെറുതെ ചതച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങനെ പൊട്ടിച്ചെടുത്തേക്കാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എനിക്ക് നിർബന്ധമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിലൊരു കടിക്കുമ്പോൾ അങ്ങനെ വലിയതായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും ഞാൻ മുന്നേ തന്നെ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ അടുത്ത് ഞാൻ പറയുന്നത് മുന്തിരി ഇട്ട് കൊടുക്കണ്ട, അണ്ടിപ്പരിപ്പ് മാത്രം മതി.
അപ്പോൾ അതൊക്കെ ഒന്ന് ആയതിൻ്റെ ശേഷം അതും കൂടി ഇതായി ഒരു പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മുന്തിരിക്ക് പകരം കുറച്ചധികം അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചതിൻ്റെ ശേഷം ഈ ബട്ടറിൽ തന്നെ വറുത്തിടണം കേട്ടോ. നമ്മൾ നെയ്യ് ഉപയോഗിക്കരുത്. നെയ്യ് ഉപയോഗിച്ച് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പുഡിംഗ് പായസമാണല്ലോ, അപ്പോൾ കുറച്ച് ബട്ടർ തന്നെ ആക്കിയാൽ മതി. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുക്കനെ ചൂടാറിയിട്ട് എങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. പിന്നെ ചവിരിയൊക്കെ ഇട്ടിട്ടല്ലേ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാറില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊക്കെ പുഡിങ്ങായിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു, പായസമായിട്ടും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. നബിദിനത്തിനൊക്കെ നമ്മൾ പള്ളിക്കൽക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല രുചിയിലൊരു പായസം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.